ഇത് BMW 530 വാൾഡോറാണ്. ഇത് ഓയിൽ ലീക്കാകുന്ന കംപ്ലയിൻറ്റ്. വാൾഡോറിൻ്റെ പാക്കിങ് മാറ്റിയാണ്. അതാണ് പാക്കിങ്, പുതിയ പാക്കിങ് ഇട്ടേക്കാണ്. അതെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചേക്കാണ് ഇളക്കി. ഇതിൻ്റെ ബോൾട്ട് ഓൺ ചെയ്താണ്. ഈ ടെണ്ണിൻ്റെ 22 ബോൾട്ടാണുള്ളത് ചുറ്റുമായിട്ട്. സെൻട്രലും 2 സൈഡിലുമായിട്ട് 22 ബോൾട്ടുകൾ. ഇളക്കണമെങ്കിൽ ഇഞ്ചക്ടർ ഇളക്കണം. ഇഞ്ചക്ടർ 6 സിലിണ്ടറാണിത്, 6 സിലിണ്ടറാണുള്ളത്. 6 ഇഞ്ചക്ടർ ഇളക്കണം. പിന്നെ കോമൺ ട്രെയിൽ ഇളക്കണം. ഈ പൈപ്പ് ഫ്രീ ആക്കണം. പിന്നെ മുകളിലുള്ള മുകളിലുള്ള അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളൊക്കെ പിടിച്ചതിന് ശേഷമാണ് ഇളക്കിയെടുക്കുന്നത്. നല്ല ടാസ്ക്കാണ്. എന്നുള്ളതെന്ന് വെച്ചാൽ മാനിഫോൾഡ് ഇളക്കിക്കൊണ്ടെന്നാണ് ഇത് ഇളക്കി ഫ്രീ ആക്കി. ഇല്ലെങ്കിൽ ഇളക്കാൻ മാനിഫോൾഡ് ഇളക്കി അല്ലെങ്കിൽ പൈപ്പ് ഫ്രീ ആക്കാൻ പറ്റും. മാനിഫോൾഡ് ഇളക്കേണ്ട ആവശ്യമില്ല. മാനിഫോൾഡ് പിന്നെ ക്ലീൻ ചെയ്യാൻ എന്നുള്ളതുകൊണ്ടാണ് ഇളക്കിയത്. മാനിഫോൾഡ് ഇളക്കിയപ്പം 2 ബോൾട്ട്, പമ്പിൻ്റെ 2 ബോൾട്ട് ഫ്രീ ആക്കിയിട്ടുണ്ട്. അതപ്പം തിരിച്ച് കയറ്റാനും ഇറക്കാനും എളുപ്പമാണ്. മാനിഫോൾഡ് ഇളക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് 2 സൈഡ് മുകളിലോട്ട് സൈഡിലോട്ട് വലിച്ച് പിടിച്ചുകൊണ്ട് വേണം ഇളക്കിയെടുക്കാൻ. കുറച്ച് ടാസ്ക്കാണ്. അതൊക്കെ ഓയിൽ ലീക്കാകുന്ന കംപ്ലയിൻറ്റ്. ഞാൻ നമ്മൾ ഇളക്കിയത് ഫുൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് കയറ്റണം. കയറ്റി സെറ്റ് ചെയ്ത് നോക്കണം. ബാക്കി ഇഞ്ചക്ടറും കോമൺ ട്രെയിലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കോമൺ ട്രെയിലിൻ്റെ ഈ ടെണ്ണാണ്. ഇവിടെ ഒന്ന് അവിടെ ഒന്ന്. പിന്നെ ഈ പൈപ്പ് റിട്ടേൺ പൈപ്പാണ്. പിന്നെ 2 സെൻസർ ഇവിടെ ഒന്ന് സെൻസർ. പിന്നെ പൈപ്പ് 19ആണ്. പിന്നെ ഇഞ്ചക്ടർ കിട്ടിയിരിക്കുന്ന ഇഞ്ചക്ടറും ഈ ടെണ്ണാണ് വരുന്നത്. പിന്നെ റിട്ടേൺ ഹോസാണിത്. റിട്ടേൺ ഹോസ് ഈ വെള്ള സാധനം മുകളിലോട്ട് വലിച്ചിട്ട് ഊരിയെടുക്കാൻ സാധനമാണ്. ബാക്കിയെല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയൊക്കെ സെറ്റ് ചെയ്തു. ഇനി കവറുണ്ട്. 210ആണ് ഈ കവറിൽ വരുന്നത്. കവറിൽ മാറ്റണം. പിന്നെ ഇവിടെ വാക്കത്തിൻ്റെ ഒരു എയറിൻ്റെ റിട്ടേണിൻ്റെ ഒരു ഹോസുണ്ട്. അത് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയൊക്കെ സെറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ കൊണ്ടാകും. ടെസ്റ്റ് ചെയ്ത് വെക്കണം.